മക്തി തങ്ങളുടെ ജീവിത കാലഘട്ടം വരുന്നത് 1847 മുതൽ 1912 വരെയാകുന്നു. അതായത് 65 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള ലിപിയിൽ ആദ്യമായി പുസ്തകം ഇറക്കിയ മുസ്ലിം എഴുത്തുകാരനാകുന്നു മക്തിത്തങ്ങൾ. മലയാള ലിപിയിൽ ആദ്യമായി പുസ്തകം ഇറക്കിയ മുസ്ലിം എഴുത്തുകാരനാകുന്നു മക്തിത്തങ്ങൾ. ആ പുസ്തകത്തിന്റെ പേരാകുന്നു കടോര കുടോരം. അത് 1884 ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. മാതൃഭാഷയുടെ പോരാളി എന്ന് ഇദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. ഇദ്ദേഹം ജനിക്കുന്നത് മലബാറിലെ പൊന്നാനിയിൽ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്തിത്തങ്ങൾ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി മക്തിത്തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതിയാകുന്നു മരുമക്കത്തായം. മുഹമ്മദിയ സൊസൈറ്റിയുടെ സ്ഥാപകനാകുന്നു മക്തിത്തങ്ങൾ. മാത്രമല്ല ഇസ്ലാമിക് ട്രാക്ക് എന്ന പേരിൽ ലഘുലേഖകൾ മക്തിത്തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മക്തിത്തങ്ങൾ നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമാകുന്നു നബി നാണയം എന്ന പേരിൽ നബിയുടെ ജീവചരിത്രവും മക്തിത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികളാകുന്നു മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, അതുപോലെ മൂസക്കുട്ടിയുടെ മൂക്കുത്തി, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി ക്രിസ്തുവോ പൗലോസോ, പാലില്ലാ പായസം, മുസ്ലിങ്ങളും രാജഭക്തിയും, സത്യദർശിനി എന്നിവ മക്തിത്തങ്ങളുടെ മറ്റു കൃതികളാകുന്നു.